അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, സീനത്ത് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഇല്ല, അവളുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് പറ്റിയതിൻ്റെ ആഘാതത്തിൽ അവൾ തന്നെ അതിൽ നിന്നൊഴുകുകയാണ്. പ്രിയപ്പെട്ട ഉപ്പ, ഒരിക്കലും എന്നെ നിർബന്ധിക്കരുത്. അതെ, എനിക്കിനി ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ചോളാം. കൂട്ടത്തിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച്, ഒരു പെൺകുട്ടികൾ ചതിയിൽപ്പെടരുത് എന്നതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഉപ്പ ഞാൻ ഒരു ക്ലാസ്സെങ്കിലും എടുത്തു കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ട്. അതെ, ഒരു പെൺകുട്ടിയും ചതിയിൽപ്പെടരുത്, എൻ്റെ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട്. അതെ, നമ്മളെ കയ്യും കണ്ണും കാട്ടി അവർ പ്രേരിപ്പിക്കും, പ്രലോഭിപ്പിക്കും, നമ്മളതിൽ വീണു പോകും. അതിനെക്കുറിച്ച് ഉപ്പ എനിക്ക് ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ സമയം അതാ ഷമീർ നല്ല സങ്കടത്തിൽ തന്നെയായിരുന്നു. കാരണം ഷമീറിനോട് എന്നിട്ട് ഉമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പൊന്നു മോനെ, വിഷമിക്കണ്ട, നമുക്ക് ഹയറാണെങ്കിൽ നമുക്ക് കിട്ടട്ടെ, ഷെറാണെങ്കിൽ ഒഴിഞ്ഞു പോവുകയും ചെയ്തോട്ടെ ഉമ്മ. അതേ മോനെ, സാരല്ല, എന്തൊക്കെ തന്നെ ഒരു കുട്ടിയുള്ളതല്ലേ, ഒരു പ്രസവം കഴിഞ്ഞതല്ലേ. എൻ്റെ പൊന്നു മോനെന്ന് വെച്ചാൽ ഇപ്പോഴും കല്യാണം കഴിക്കാത്ത മോനാണ്. എൻ്റെ കുട്ടിക്കൊക്കെ ചെറിയ പെൺകുട്ടികളെ തന്നെ കിട്ടും ഉമ്മ. അതൊന്നും വിഷയമല്ല ഉമ്മ. എനിക്ക് പ്രായമുണ്ടെന്നോ കുട്ടികളുണ്ടെന്നോ ഒന്നും വിഷയമില്ല. ആയിക്കോട്ടെ മോനെ, പിന്നെ അവർക്ക് വേണ്ടെന്ന് വെച്ച് നമ്മൾ പിന്നെ അതിനായിട്ട് പിന്നാലെ പോകുന്നത് ശരിയല്ലല്ലോ മോനെ. എൻ്റെ കുട്ടി ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഷമീറിന് ഉമ്മയുടെ ആ വാക്കുകൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചു. എങ്കിലും ഉമ്മ പറഞ്ഞതിലും കാര്യമില്ലേ, ഞാൻ എന്തിനാണ് എന്നെ ഇഷ്ടമില്ലാത്തവരോട് അവരുടെ വിവാഹാഭ്യർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നത് എന്നവൻ മനസ്സിൽ വിചാരിച്ചു. അവൻ പതിവ് പോലെ തൻ്റെ ജീവിതശൈലിയിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഷെഫി ഉസ്താദും ബത്തൂലും പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഷെഫി ഉസ്താദ് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഷമീറിനോട് പറഞ്ഞു: ഷമീർ, അത് എന്തൊക്കെ തന്നെയാലും അവളുടെ ജീവിതം അങ്ങനെ ആയിപ്പോയി. അതിൽ നിന്നും ഷോക്കിൽ നിന്ന് പിന്മാറാൻ കുറച്ച് സമയം പിടിക്കും. എന്തൊക്കെ തന്നെയാലും അവൾ പറഞ്ഞത്, അവളുപ്പ വിളിച്ചിരുന്നു എന്നോട്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോളിങ്ങനെ സമ്മതിക്കുന്നില്ല. അവൾക്ക് തനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് നല്ലൊരു മുസ്ലിം സമൂഹത്തെ വാർത്തെടുക്കുവാനാണ് അവൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതിനു വേണ്ടി സമ്മതിക്കണം. ഇൻഷാ അല്ലാ പതുക്കെ മനസ്സൊക്കെ മാറുമ്പോഴേ ഇനി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും തോന്നിപ്പോയി, അതെ, ഒരുപാട് പെൺകുട്ടികൾ ചതിയിൽപ്പെടുന്നുണ്ട്. ഒരു പെൺകുട്ടിയും ചതിയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇത് തന്നെ പറ്റുകയുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അതാ ഷമീറിനോട് കാര്യങ്ങൾ പറഞ്ഞു: ഷമീർ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കുവാൻ, അവൾക്ക് പറ്റിയ തെറ്റ് എല്ലാവർക്കുമായി പറഞ്ഞു കൊടുക്കട്ടെ, എന്നിട്ട് അവളുടെ ഭാഗം നന്നാക്കിയിട്ട് ഇൻഷാ അല്ലാ അവൾ തിരിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഷെഫി ഉസ്താദ് അത് പറഞ്ഞപ്പോൾ ഷമീറിൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമമുണ്ടായിരുന്നു. എങ്കിലും അവൻ ക്ഷമിച്ചു. അതെ, ക്ഷമിക്കണമല്ലോ, ഒരു വിശ്വാസിയാണെങ്കിൽ ക്ഷമിക്കണം. എല്ലാ കാര്യത്തിലും ഹൈറും ഷറും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. പിന്നെ അള്ളാഹു വിധിച്ചതല്ലാതെ മറ്റൊന്നും നടക്കുകയില്ല. അതെ, നമ്മൾ എത്ര ആഗ്രഹിച്ചതാണെങ്കിലും നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും അത് അള്ളാഹു തരാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അത് തരില്ല. ഏഴാനാകാശത്തിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് വിധിച്ചതാണെങ്കിൽ അത് അള്ളാഹു നൽകിയിരിക്കും. അങ്ങനെയാണല്ലോ വിധി. അള്ളാഹ് റഹ്മാൻ, ഹൈറായത് വിധിക്കണേ അള്ളാഹ്. അതെ, അവളുടെ മനസ്സിലെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ, സന്തോഷമേ ഉള്ളൂ. ദീൻ പഠിപ്പിക്കട്ടെ, എല്ലാവർക്കും നന്മ പറഞ്ഞു കൊടുക്കട്ടെ. ഷമീറും അതിൽ ആശ്വാസം പൂണ്ടു. അവൻ തൻ്റെ ജോലികളിലേക്കായി മുഴങ്ങി. അതെ, തൻ്റെ പഴയ ജീവിതത്തിലേക്ക് കടക്കുന്ന പോലെ അവന് തോന്നി. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന ഉണ്ട്, വിഷമമുണ്ട്. ഇടയ്ക്കിടെ അവളെക്കുറിച്ച് ഓർക്കും. പക്ഷേ സാരല്ല, അവൾ നന്നായിക്കോട്ടെ, അവൾ ഒരിക്കൽ പോലും ഇനി വേദനിക്കരുത് എന്നായിരുന്നു അപ്പോഴും അദ്ദേഹം ദുഹാ ചെയ്തിരുന്നത്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദും ബത്തൂലും പോവുകയാണ്. ഉമ്മയോട് പറഞ്ഞു: ഉമ്മ, മോനെ, എന്താ മോനെ? ഉമ്മ, നിങ്ങളും കൂടെ വരി, ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ് നിങ്ങൾക്ക്. എൻ്റെ പൊന്നു മോനെ, ഞാൻ അവിടെ ഇങ്ങനെ കഴിഞ്ഞോളടാ. നമ്മളിപ്പോൾ മരിച്ചിറങ്ങിപ്പോയ സ്ഥലമല്ലേ, അപ്പം പിന്നെ ഇവിടെ യാസീനെങ്കിലും ഓതാഞ്ഞാലേ എങ്ങനെയാ മോനെ, അതൊക്കെ നടക്കുമോ? എൻ്റെ ഉമ്മ, അത് യാസീൻ എവിടെ നിന്ന് ഓതുകയാണെങ്കിലും ഉപ്പാൻ്റെ ഖബറിലേക്ക് എത്തും, അത് ഇവിടെ നിന്നാവണം, അങ്ങനെയൊന്നും ഇല്ലുമ്മ. അല്ല മോനെ, ഉമ്മ ഇവിടെ നിന്നോളാം. വേണ്ടുമ്മ, നിങ്ങൾ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോകുന്നതിൽ എന്തർത്ഥമാ ഉമ്മ? ഉമ്മക്ക് അവിടെ ഇഷ്ടപ്പെട്ട നല്ല രീതിയിലുള്ള റൂമുണ്ട്, നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, അതെ, എല്ലാം ഉണ്ടല്ലോ. പിന്നെ എന്താ ഉമ്മ ഇങ്ങനെ?
എന്നാൽ പൊന്നുമോൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നമ്മളെ കുട്ടീനെ ഇടക്കൊന്ന് പോയേക്കാൻ എനിക്കെങ്കിലും പറ്റുമല്ലോ, അതുകൊണ്ട് ഉമ്മ ഇവിടെ നിന്നോളാം. അത് നമ്മളെ കുട്ടി ഉണ്ടല്ലോ അവിടെ, എല്ലാവരും പോകുമ്പോൾ നമ്മളെ കുട്ടീനെ ഒറ്റക്കാക്കി പോണ പോലെ ആവൂലേ. അത് കേട്ടപ്പോൾ അതാ ഷെഫി ഉസ്താദിൻ്റെ മനസ്സൊന്ന് വിങ്ങി. അല്ലാ അത്. എന്നാൽ ഉമ്മ പറഞ്ഞു, എൻ്റെ മോന് പോയി വരി, ഉമ്മാൻ്റെ കുട്ടികൾ കേട്ടോ, പോയിക്കോളി, ഉമ്മാക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഉമ്മാക്ക് ഇടക്കൊന്ന് ആ പൈതലിനെ പോയി കാണാലോ, എനിക്ക് കാണാനുള്ള പൂതി കൊണ്ടാണ്. അത് ഞാൻ പോരും നിങ്ങളപ്പോൾ. പക്ഷേ ഇതാലോചിക്കുമ്പോൾ മോനെ, ഉമ്മ അതിനവരൊക്കെ ഒക്കെ ശരിയാണ്, എന്നാലും ഞാൻ നോക്കിക്കൊണ്ട് ആ കുട്ടിനെ കേട്ടോ, എൻ്റെ കുട്ടി പൊയ്ക്കോളി. ഇനി ഓളെന്തോ ഓളെന്താ പഠിപ്പിക്കാനൊക്കെ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഞാൻ നോക്കിക്കൊണ്ട്, എനിക്ക് എൻ്റെ മോനെ നോക്കിയതല്ലേ, അതുകൊണ്ട് എന്താ, അതെ പാല് കൊടുക്കാൻ ഓളെ കിട്ടിയാൽ മതി, അത് മാത്രമേ ഉള്ളൂ എനിക്ക്, ഞാൻ നോക്കിക്കൊണ്ട് ഓള് പഠിക്കാൻ പോവുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ കേട്ടോ. ശരിക്കും ആ ഉമ്മയുടെ മനസ്സിൻ്റെ ആ ഒരു സങ്കടം കണ്ടിട്ട് ഷെഫി ഉസ്താദിന് വരെ സങ്കടമായിപ്പോയി. അല്ലാ, ഉമ്മമാരുടെ ഒരു കാരുണ്യം, ദയ, അള്ളാഹുവേ, അത് വല്ലാത്തൊരു കാരുണ്യം തന്നെയാണ് റഹ്മാനെ. എൻ്റെ ഉമ്മ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, അവൾ പഠിപ്പിക്കാൻ പോയിക്കോട്ടെ എന്നാണ്. അവൾ എന്തായാലും മാഷാ അല്ലാ, അവളേതായാലും കുറേ പഠിച്ചതൊക്കെ അല്ലേ, ഇനി നല്ല രീതിയിൽ ഓൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് തന്നെയായിരുന്നു ഉമ്മയുടെയും ആഗ്രഹം. എന്നാൽ ഈ സമയം സീനത്ത് അത് ആദ്യം തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. അത് ഏതൊരു പെൺകുട്ടിയും അറിയുവാൻ എന്നൊരു വിഷയത്തെക്കുറിച്ച് ആണ് അവൾ ആദ്യം തന്നെ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത്. എന്നാൽ ആദ്യത്തെ ക്ലാസ് എല്ലാവരും കേട്ടു. അത് നമ്മുടെ ഷമീറും കേട്ടു, ഷെഫി ഉസ്താദും കേട്ടു, നമ്മുടെ SI ആസിഫും കേട്ടു. എല്ലാവരും കേൾക്കുകയാണ് അവളുടെ ആദ്യമായുള്ള ഓൺലൈൻ ക്ലാസ്. ശരിക്കും എല്ലാവരും അത് കേൾക്കുകയാണ്. എന്നാൽ അവൾ ആദ്യം തന്നെ പറയുന്നത് ഇങ്ങനെയായിരുന്നു. അത് ശരിക്ക് ഹംദും സലാത്തും എല്ലാം കൊണ്ട് തുടങ്ങി. ഒരു നിമിഷം ഷെഫി ഉസ്താദ് വിചാരിച്ചു, അല്ല ഇവളിതെങ്ങനെ ഇതൊക്കെ എത്ര കറക്റ്റായിട്ട് പഠിച്ചെടുത്തു എന്ന് വരെ വിചാരിച്ചു. എന്നാൽ അതാ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ്. ചതിയുടെ പാതയിൽ നിന്ന് തൗബയുടെ വഴിയിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തിമാരെ, ഇതാണ് കേട്ടോ നമ്മുടെ കഥയുടെ ഭാഗം. അതായത് അതെ, ചതിയിൽ പെട്ടിട്ട് ഒരു പെണ്ണ് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പും മാറ്റത്തിൻ്റെ കഥയും കൂടിയാണ് അത് ഞാൻ പറയുകയാണ്. സീനത്ത് അവളുടെ പേരിന് പകരം ഫാത്തിമ എന്ന് കൊടുത്തു. അവൾ പറയുകയാണ്, ഫാത്തിമ നാട്ടിലെ എല്ലാവർക്കും മാതൃകയായ പെൺകുട്ടി, ദീനിൽ ഉറച്ച, നിസ്കാരത്തിൽ സ്ഥിരം, കുടുംബത്തെ മാനിക്കുന്നവൾ. അവളുടെ ഭർത്താവ് റഷീദ് സ്വാലിഹായ മനുഷ്യൻ, വളരെ അവളെ നല്ല രീതിയിൽ ആദരിക്കുന്നവൻ, സ്നേഹിക്കുന്നവൻ, ഒരിക്കൽ പോലും കഠിനമായി സംസാരിക്കാത്തവൻ. വീട്ടിൽ സമാധാനമുണ്ടായിരുന്നു. പക്ഷേ ഷെയ്ത്താൻ്റെ വലയങ്ങൾ പലപ്പോഴും സമാധാനത്തിനിടയിലാണ് വീഴുന്നത്. ഒരു ദിവസം അതാ അവൾ കോളേജിലേക്കൊന്ന് പോകുന്ന സമയത്ത് ഒരുത്തൻ അവിടെ കാണുന്നു. എന്നാൽ ആദ്യം അവൻ ചിരിച്ചു കാണിച്ചു, എങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു. അവൻ്റെ പേര് വിഷ്ണു എന്നായിരുന്നു. എന്നാൽ അങ്ങനെ അവൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അവൾ കാണുകയാണ് വിഷ്ണുവിനെ. സംസാരത്തിൽ നല്ല മധുരം, വാക്കുകളിൽ ആകർഷണം. അവളോട് പറയുകയാണ്, ഫാത്തിമ നീ എന്തിനീ തട്ടൊക്കെ ഇങ്ങനെ മൂടി പൊതിച്ച് നടക്കുന്നത്? നിൻ്റെ മൊഞ്ച് ഞാനൊന്ന് കാണട്ടെ പെണ്ണേ, അത്രക്കും ഭംഗിയുണ്ടല്ലോ നിന്നെ കാണാൻ, നീ എന്താ ഇങ്ങനെ? അതെ, സ്നേഹത്തോടെ അവൻ പറയുകയാണ്. വിഷ്ണുവിൻ്റെ സംസാരത്തിൽ ശരിക്കും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. അല്ല, എന്താ നിൻ്റെ ജീവിതം ഇങ്ങനെ ആയ പോരെ? ഇങ്ങനെ മതിയോ? ഇത്രയൊന്നും പോരല്ലോ, നിനക്ക് എത്രയോ സന്തോഷങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് തീരെ സന്തോഷം കിട്ടിയിട്ടില്ലല്ലോ. നിൻ്റെ ഭർത്താവ് കുറച്ച് തന്നിട്ടുള്ളൂ തോന്നുന്നു, പക്ഷേ ഞാൻ നിനക്ക് നല്ല രീതിയിൽ സന്തോഷകരമായ ജീവിതം തരും. ഇങ്ങനെ അവൾ പറഞ്ഞ വാക്കുകൾ ഫാത്തിമയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ആദ്യം സാധാരണ സംഭാഷണം, പിന്നെ രഹസ്യ സംഭാഷണം, പിന്നീട് കുറ്റബോധം. എന്നാൽ വിഷ്ണുവിൻ്റെ നല്ല മനസ്സും ക്ഷമയും കാണുമ്പോൾ ചിലപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് തോന്നി,
അതെ, എൻ്റെ ഭർത്താവ് ഇപ്പം എന്താ കൂടുതലായിട്ട് സ്നേഹമൊന്നും തരുന്നില്ല. അദ്ദേഹം ഗൾഫിലുമാണ്. എന്നാലും ഇത്രയധികം സ്നേഹമുള്ളൊരു പുരുഷൻ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു വാക്കുകൾ തള്ളിക്കളയാൻ പറ്റുമോ? അതെ, പക്ഷേ ഷെയ്ത്താൻ ആ ചിന്ത അവൾക്ക് കൂടുതലായി നൽകി. അവനെക്കുറിച്ചുള്ള വാക്കുകൾ, ആ ഓർമ്മകൾ, അവൻ്റെ മുഖം. അങ്ങനെ ഒരു ദിവസം വലിയൊരു അബദ്ധം. അവൾ സ്വന്തം ഭർത്താവിനെയും വീടിനെയും ഉപേക്ഷിച്ച് അതാ വിഷ്ണുവിൻ്റെ കൂടെ ഒളിച്ചോടുകയാണ്. ആദ്യത്തെ ദിവസങ്ങൾ സ്വപ്നം പോലെ. പുറത്ത് സഞ്ചാരം, മധുരവാക്കുകൾ, പുതിയ സ്വാതന്ത്ര്യം. ഇതാണ് യഥാർത്ഥ സന്തോഷം എന്നവൾ വിചാരിച്ചു. പിന്നീട് അവൾ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ജീവിക്കും, നിങ്ങൾ ആരും എതിർക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയും. എന്നാൽ ആ പെണ്ണിൻ്റെ ആ കുറിയും പൊട്ടുമെല്ലാം കണ്ടതും തട്ടമിടാതെ സാരി മാത്രം എടുത്തുകൊണ്ട് ബൈക്കിൽ കയറി പോകുന്നതും കണ്ടപ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടിപ്പോയി. അവർ വല്ലാതെ വേദനിച്ചു. എന്നാൽ കുറച്ച് ദിവസം അതുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിഷ്ണു ആകെ മാറി. അവൻ കഠിനമായി സംസാരിച്ചു, സംശയിച്ചു, നിയന്ത്രിച്ചു. അവളുടെ ഫോണും ബന്ധങ്ങളും എല്ലാം പരിശോധിച്ചു. ഒരു ദിവസം അവൻ പറഞ്ഞു, നിന്നെ ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്നത് വെറുതെയല്ല, അത് എൻ്റെ ബിസിനസ്സിന് കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെന്ന് വരും. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ നീ പോകണം. ശരിക്കും അവൾ ഞെട്ടുകയായിരുന്നു. പഠിച്ചോനെ, ഞാൻ എന്തേ കേൾക്കണത്? അതെ, അവൾക്കന്ന് മനസ്സിലായി, ഇത് സ്നേഹമല്ല, ഇതൊരു കുടുക്കായിരുന്നു എന്നുള്ളത്. അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇല്ല, ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എന്താടി നിനക്ക് ചെയ്താൽ എന്ന് പറഞ്ഞ് അവനും അത് അവളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് അവൾ കരഞ്ഞു. പഠിച്ചോനെ, ഞാൻ എന്താണ് ചെയ്തത്? നല്ലൊരു സ്വാലിഹായ മനുഷ്യനെ ഉപേക്ഷിച്ച് എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസം ഞാൻ തകർത്തു. റഹ്മാനെ, ഇനി എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ? അവൾക്ക് ഓർമ്മയായി അത് ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ക്ഷമ, ആ ഒരു കരുതൽ, ആ ഒരു ദുഹ. അത് ശരിക്കും അവളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അവൾ വിലക്കെടുത്തില്ല. പക്ഷെ ഇപ്പോൾ അവൾ ഒറ്റപ്പെട്ടു. എല്ലാവരും വെറുത്തു. നാട്ടുകാരും വീട്ടുകാരും എല്ലാം വെറുക്കുന്ന രീതിയിലായി മാറിയവൾ. അതെ, അവളെ ഓരോ ഹറാമിലേക്ക് അവൻ നിർബന്ധിച്ചു തുടങ്ങി. എന്നാൽ അവൾക്കതിന് തയ്യാറല്ലായിരുന്നു. അവൻ ഒരുപാട് ഉപദ്രവിച്ചു. അത്രക്കും ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് അവർ തളർന്നുപോയി. അത് എല്ലാം നഷ്ടമായി എനിക്ക്. ഭർത്താവ്, കുടുംബം, മാന്യം, സമാധാനം. പക്ഷേ അവൾക്ക് ഒരാളുണ്ടായിരുന്നു, അല്ലാഹ്. അതുമാത്രം അവൾ പടച്ച റബ്ബിനോട് തൗബ ചെയ്തു കരഞ്ഞു. നിസ്കാരത്തിൽ വീണു. യാ അല്ലാ, ഞാൻ വലിയ പിഴവ് ചെയ്തു, എന്നെ മാപ്പാക്കണേ. അവൾ ദീനിലേക്ക് മടങ്ങി. പതുക്കെ തൻ്റെ ജീവിതം തിരിച്ചു പണിയുകയാണ് അവൾ. ഒരിക്കൽ പോലും ഇബ്ലീസിൻ്റെ ഷർറിൽ ആരും പെടാൻ പാടില്ല. അഥവാ പെട്ടുകഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ വരും നമുക്ക്. ഒരിക്കലും എല്ലാവരും ജനങ്ങൾ വെറുക്കുന്ന അല്ലെങ്കിൽ സമൂഹം വെറുക്കുന്ന ഒരു പെണ്ണായി മാറും. ഒരിക്കൽ പോലും പൊന്നുമക്കളെ ചതിയിൽ പെട്ടുപോകരുത്. പല രീതിയിലും അവർ വരും ചതിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിന്ന് പോവരുത്. എന്നാൽ അവസാനമായി അവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനേത്തിമാരെ, ഒരു മധുരവാക്ക് ജീവിതം മാറ്റും. പക്ഷേ അത് നല്ല വഴിയിലേക്കാണോ ചതിയിലേക്കാണോ എന്ന് ആദ്യം ചിന്തിക്കണം. കയ്യും കണ്ണും കാട്ടി നമ്മളെ കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ പറയണം, എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ടെന്ന്. അപ്പോൾ അവർ പറയും, എന്തിനാ നിൻ്റെ ഭർത്താവിന് എന്തേ കൊള്ളാം, ഒന്നിനും കഴിയൂലല്ലോ, കഴിവ് കെട്ടവനല്ലേ. അങ്ങനെ പല രീതിയിൽ ഇവളോട് പറയും. ആദ്യമൊക്കെ സങ്കടം വരും. എന്നാൽ പിന്നീട് തോന്നും തൻ്റെ ഭർത്താവിനേക്കാൾ ഏറ്റവും മികച്ച ആൾ ഇവൻ തന്നെയാണെന്ന്. അങ്ങനെ തെറ്റിലേക്ക് പോയി പോകും. അതായിരിക്കും പിന്നീട് ഒന്നുമില്ലാത്ത ആരുമില്ലാത്ത അവസ്ഥയായിരിക്കും. ആദ്യം അവർ സ്നേഹത്തോടു കൂടി മധുരം നൽകും. എന്നാൽ പിന്നെ അവർ നൽകുക വിഷമായിരിക്കും. എന്നാൽ അവസാനമായി സീനത്ത് പറഞ്ഞ ആ ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തിമാരെ, ഒരാളും ചതിയിൽ പെടരുതിട്ടോ. ഈ ഒരു അനുഭവം ഇതാരുടെയും കഥയല്ല, ഇതെൻ്റെ സ്വന്തം കഥയാണ്. എൻ്റെ അബദ്ധം ഈ നാടിന് മുമ്പിൽ എനിക്ക് വിളിച്ച് പറയണം. അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്. ഒരു നല്ല ഭർത്താവിനെ ഞാൻ വിട്ടുപോയി. അതെ, ഞാൻ ചതിയിൽപ്പെട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ കണ്ണീരനുഭവിക്കേണ്ടി വരും. ഈമാൻ കുറയും.
കുടുംബം വിട്ടുപോകും, ഒറ്റപ്പെടും. നിങ്ങൾ ആരും ആ കുടുക്കിൽ പെടരുത്. മടങ്ങി വരാൻ ഒത്തിരി പ്രയാസമായിരിക്കും. നല്ല മനസ്സുള്ളവരുടെ കൈകളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതെ, ഞാനൊക്കെ നല്ല മനസ്സുള്ളവരുടെ കൈകളിലാണ് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. എന്നാൽ അവസാനമായി അവൾ പറഞ്ഞു, അതെ, അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് അതെ ഹൃദയം പൊട്ടി ദുആ ചെയ്യുക. അതെ, തൗബയുടെ വാതിൽ അടയില്ല. അള്ളാഹു പരമകാരുണ്യവനും കരുണാനിധിയുമാണ്. പക്ഷേ ഓരോ പാപത്തിനും ഒരു മുറിവുണ്ട്, അത് സുഖപ്പെടും. പക്ഷേ പാട് ബാക്കി അവിടെ ഇരിക്കും. ഒന്ന് പറ്റിപ്പോയാൽ ആ പാട് മാഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ചിന്തിക്കണം. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. മാതാപിതാക്കളോട് സംസാരിക്കണം. ദീനുള്ളവരോട് ചോദിക്കണം. അവൾ അവസാനമായി പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനി വ്യക്തിമാരെ, ഒരാളും അത് ഇബ്ലീസിൻ്റെ കെണിയിൽ പെടരുത്. അല്ലാ, ഒരിക്കലും പോലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഭാവി ജീവിതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാ. എന്നാൽ ഫാത്തിമയുടെ ജീവിതം പൂർണ്ണമായി പഴയതുപോലെ ആയില്ല. പക്ഷെ അവൾ മാറി. അവളുടെ തെറ്റ് മറ്റൊരാൾക്ക് പാഠമായി. ചിലപ്പോൾ മനുഷ്യൻ വീഴും, പക്ഷേ തൗബ ചെയ്താൽ ഉയരും. പക്ഷേ ഏറ്റവും നല്ലത് വീഴാതെ നിൽക്കുക. കാരണം ഒരു തെറ്റായ തീരുമാനം ഒരു ജീവിതത്തെ പരീക്ഷയായി മാറാം. അതുകൊണ്ട് തന്നെ ഒരാളും തെറ്റിൽ പെടരുത്. അള്ളാഹു സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. കാരണം നമുക്കെന്ന് വെച്ചാൽ പടച്ചറബ് കഞ്ഞരുളിയ ജീവിതമാണ്. അത് നല്ല രീതിയിൽ ഹലാലായ രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. ഹറാമിലേക്ക് ഒരിക്കലും പോകരുത് കേട്ടോ. എൻ്റെ അനുഭവമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. പടച്ചറബിനോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരാൾ ഒരു തെറ്റിലും പെടരുത്. ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ അത് കേട്ട് നിറഞ്ഞു തുളുമ്പി. ഉസ്താദേ, അതെ, ബത്തുൽ കൂടെയുണ്ട്. ഇത് ആസിഫ് വക്കീലാണ് എല്ലാവർക്കും അത് അയച്ചു തന്നത്. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് ആ നിമിഷം തന്നെ ദുആ ചെയ്തു, അല്ലാഹുവേ അവളുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു കൊടുക്ക് റഹ്മാനെ, അവൾക്ക് നല്ല ജീവിതം നീ കൊടുക്ക് റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ എല്ലാം ആഗ്രഹം പോലെ തന്നെ അതാ സീനത്ത് നന്നായി തിരിച്ചു വരുവാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പടച്ചറബിനോട് കരഞ്ഞുകൊണ്ട് അതാ അവൾ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഷമീറും അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. അല്ലാ നന്നാവട്ടെ എല്ലാവരും ഇൻഷാ അല്ലാ. അവൾ നന്നായി വന്നാൽ ഷമീർ അവളെ നിക്കാഹ് കഴിക്കുമോ? അവൾ അതിന് സമ്മതിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.